ഇല്ല, അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 10:30 മണിക്കാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ട 2 ക്ഷേത്രം ഭാരവാഹികൾ പാറമേക്കാവിനും തിരുവാമ്പാടിയും 2 കൂട്ടരും ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമുണ്ട്, ജില്ലയിലെ മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇത്തരൊരു യോഗം വിളിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നമുക്ക് അനുമതി തന്നിട്ടാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഈ കാര്യത്തിൽ സർക്കാർ നിലപാടെന്താണെന്നുള്ളത് ഞങ്ങൾ പറയും. അപ്പോൾ ഇതിനു മുമ്പേ അവരേതെങ്കിലും തരത്തിൽ അഭിപ്രായങ്ങൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതെല്ലാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാതെ നമ്മൾ അവിടെ ചർച്ച ചെയ്തതിന് ശേഷം കാര്യങ്ങൾ അവർ പറയുന്ന കേട്ടിട്ട് ഞങ്ങൾ പറയും. ഇല്ല, അത് ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ലോ. ഇപ്പോൾ ഒരു യോഗത്തിലേക്ക് പോകുമ്പോൾ ആ യോഗം എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അത് വിളിക്കുന്നയാൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. പ്രധാനമായും രാജേഷ് സെക്രട്ടറി പറയുന്നത് അവരുടെ എക്സ്പോസിംഗ് ലൈസൻസിനെതിരെ കേസെടുക്കുന്ന നിയമവിരുദ്ധമാണ്. ആ മേഖലയിൽ അത്തരത്തിലുള്ള കൂടുതൽ എക്സ്പോഷരൊന്നുമില്ല, അംഗീകൃതമായിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പൂരം അടുത്തു വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേസ് നടപടി ഇന്ന് പിന്തുണയണമെന്നാണ് അവരുടെ ആവശ്യം. അതെന്താണെന്നുള്ളത് പരിശോധിച്ച് ബന്ധപ്പെട്ട അധികൃതർ മറുപടി പറയും. ഇന്നത്തെ ചർച്ചയിൽ ഒരു വലിയ പൂരം നടത്തിപ്പ് സുഖമായി കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ആ ചർച്ച പോകുന്നത്, അല്ലേ? ഇല്ല, നേരത്തെ നമ്മൾ പൂരം സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു കോർഡിനേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് അനുമതി ചോദിച്ച് ഇത്തരൊരു യോഗം വിളിച്ചുകൂട്ടി നോട്ടീസ് പോയത്. ആ നോട്ടീസ് പോയതിന് ശേഷമാണ് ഈ മഹാദുരന്തമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായി പിന്നീട് ചേരുന്ന യോഗത്തിൽ ദുരന്തമുണ്ടായതിന് ശേഷമുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും ഒപ്പം ഈ പൂരം എങ്ങനെ ഭാവിയിൽ നടക്കണമെന്നത് സംബന്ധിച്ചും ബന്ധപ്പെട്ടവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഈ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും ശരി എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച് അതിനുമുമ്പ് ഞങ്ങൾ മന്ത്രിമാരൊന്നിരിക്കും. ഇപ്പോൾ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. അവരുമായി ഞങ്ങൾ ഇരുന്നതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങൾ യോഗത്തിലേക്ക് പോകും. അതിപ്പോൾ കളക്ടറേറ്റ് തന്നെയാണല്ലോ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട്. നിശ്ചയമായി അഭിപ്രായം അവരുടെ കേൾക്കാതെ ഞങ്ങൾ കയറി അഡ്വാൻസ് ആയിട്ട് ഇന്നതായിരിക്കും എന്ന് മുൻകൂതിയോടുകൂടി പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ വരെ വിളിക്കുന്നതിൽ അർത്ഥമില്ല. തീരുമാനം പ്രഖ്യാപിച്ചാൽ ഇല്ല, ഞാനത് വ്യക്തമാക്കി കഴിഞ്ഞു. എൻ്റെ മറുപടി വളരെ ക്ലിയറാണ്. അവരെങ്ങനെ യോഗം വിളിച്ചിരിക്കുന്ന തന്നെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ എന്ത് വേണം എന്നത് സംബന്ധിച്ച് ആശയമുന്നയും പങ്കെടുക്കുന്നവർക്കൊക്കെ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് കേട്ടതിന് ശേഷം ഞങ്ങളൊരു നിലപാടെടുക്കുന്നതല്ലേ ശരി. അതിന് ശേഷം അഭിപ്രായം പറയുന്നതാണ് ശരി. അതാണ് ഞാൻ പറഞ്ഞത്. മുൻകൂട്ടി ഞാൻ ഇന്നതാണ് തീരുമാനിക്കാൻ പോകുന്നത് മുൻകൂട്ടി പിന്നെ ആ യോഗം വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? നിശ്ചയമായി ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇന്ന് തന്നെ യോഗ തീരുമാനം ഉണ്ടാകും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.